ചിലരുടെ വീടുകളിലൊക്കെ പൂച്ച കൊണ്ട് ബഹളം. ഓൾറെഡി നാടൻ പൂച്ചയുണ്ട്, അതിനെ പട്ടിണിക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പോരാത്തതിന് പെറ്റ്സിനെ വളർത്തിക്കൊണ്ട് പിന്നെ 30,000 40,000 രൂപ കൊടുത്തിട്ട് കൂടെയുള്ള പൂച്ച പേർഷ്യൻ ക്യാറ്റ് എന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുവന്നു. അതിന് വില കൂടിയ ഭക്ഷണം കൊടുക്കും. ചിലര് കിളികളെ വളർത്താൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് പേര് പല പരിപാടികളുണ്ട്. പക്ഷെ പട്ടിണിക്കിടാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. അതിന് കൃത്യമായ ആഹാരം കൊടുക്കണം. ഒരു നേരം അതിന് കിട്ടേണ്ടതാകുന്ന ആഹാരം കൊടുക്കാതെ വന്നാൽ അദാബാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം പൂച്ചയെ കെട്ടിയിട്ടിട്ട് പട്ടിണിക്കിട്ടതാകുന്ന വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന ഹദീസിൽ കാണാം. നരകാവകാശിയായ കാരണമായി തീർന്നു. കറക്റ്റ് സമയത്ത് വെള്ളം കൊടുത്തില്ല, അതങ്ങനെ കടന്നിട്ട് മരിച്ചുപോയി. അഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നിസ്സാരമായ കാര്യമല്ല. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ കൊട്ടപ്പടി നിസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഓരോ നോക്ക്. നിങ്ങൾ സ്വർഗം കിട്ടാൻ കാരണമായത് എന്താണ്? കാലിൽ കിടക്കുന്നതാകുന്ന ഹുഫ് ഊരി വിശന്ന് വരഞ്ഞ നായ്ക്ക് വെള്ളം കൊടുത്തതുകൊണ്ടാണ്, അല്ലാതെ 1000 റക്അത്ത് നിസ്കരിച്ചിട്ടല്ല. നരകത്തിൽ പോകാൻ കാരണം എന്താണ്? ഒരു പൂച്ചയ്ക്ക് കെട്ടിയിട്ടിട്ട് അതിന് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതിരുന്നുകൊണ്ടാണ് നരകത്തിലേക്ക് ഇറങ്ങിയത്. ഒരു പക്ഷേ അവർ ഇബാദത്ത് എടുത്തിട്ടുണ്ടാവും, റബ്ബ് സ്വീകരിക്കൂല. എന്നതുപോലെ ഏതുകൊണ്ടാണ് രക്ഷപ്പെടുക പറയാൻ പറ്റൂല. നമ്മൾ നിസ്സാരമായി കാണുന്ന അമലുകളൊക്കെ റബ്ബിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ്. നമ്മൾ ഈ വാത് കഴിഞ്ഞിങ്ങനെ പോവാണ്, അപ്പൊ റോഡിൽ ഒരു ഓല ഇങ്ങനെ വീണ് കിടക്കുകയാണ്. ഓല എന്നല്ലേ ഇതിന് പറയാം, അല്ലേ? നിലത്ത് വീണ് കിടക്കുകയാണ്. അത് മറ്റൊരാളുടെ ബൈക്ക് കയറിയിട്ട് അവൻ മറിഞ്ഞു വീഴണ്ട എന്ന് കരുതിയിട്ട് അത് നീ മാറ്റിയിടൽ വരെ പുണ്യമാണ്. വണ്ടി വാഹനം ഒതുക്കിയിട്ട്, കാറാണെങ്കിൽ കാറ്, ബൈക്കാണെങ്കിൽ ബൈക്ക് ഒതുക്കിയിട്ട് അതിന് വേറൊരാൾക്ക് അപകടം വരണ്ട എന്ന് പറഞ്ഞത്. ഒരു ലൈൻ കമ്പി പൊട്ടിക്കിടക്കുകയാണ് എങ്കിലും സമയം നമ്മൾ വേഗം തന്നെ അടുത്ത KCB ഓഫീസിൽ വിളിച്ചിട്ട് പറയേണ്ടത് ഇന്നടുത്തൊരു ലൈൻ കമ്പി പൊട്ടിക്കിടപ്പുണ്ട്. കാരണം വേറെ ആരെങ്കിലും വന്ന് അതിൽ അപകടത്തിൽപ്പെടും. രാവിലെ നീ പത്രത്തിൽ വായിക്കുമ്പോഴായിരിക്കും അറിയുന്നത് വേറൊരാൾ 10 പേര് മരണപ്പെട്ടിട്ടുണ്ട്. നീ നിന്റെ കാര്യം സേഫാക്കിയിട്ട് ഓടുകയാണ്. അങ്ങനെ ആകാൻ പാടില്ല. ഇതൊക്കെ അമലു സാലിഹാത്താണ്. റോഡിൽ കിടക്കുന്ന ഒരു മാലിന്യം എടുത്തു മാറ്റൽ അമലു സാലിഹാത്താണ്. ഇത് പള്ളി കിടക്കുന്ന ഒരു പള്ളിക്കാട്ട് എടുത്തു മാറ്റണമെങ്കിൽ ആര് വരണം? ആചാര്യ. ഇതാണ് നമ്മുടെ അവസ്ഥ. റോഡിൽ കിടക്കുന്നതല്ല പറഞ്ഞത്, പള്ളി കിടക്കുന്ന പള്ളിക്കാട്ടത്തിന്റെ കാര്യം പറയും. അതുപോലെ നമ്മൾ എടുത്തു മാറ്റുന്നില്ല. റൂമിൽ ഇരിക്കുന്ന ഉസ്താദിനെ ഫോൺ വിളിച്ചു വരുത്തും. അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ വേഗം വാ, ലീവ് തീർന്നു, ഇവിടെ വന്നു കഴിയുമ്പോൾ ഉസ്താദ് 2 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. എന്താണ്? ആ ഫ്രണ്ട് തപ്പിയ മെഹ്റാബിന്റെ ഭാഗത്ത് ഒരു പള്ളിക്കാട്ടം കണ്ടായിരുന്നു മെയ്യാന്ന്, അത് എടുത്ത് മാറ്റിയേക്കാൻ. അത് പറയാൻ വേണ്ടി വിളിച്ചത്. ഇതാണ് നമ്മുടെ അവസ്ഥ. കുഞ്ഞിട്ട് അതിനെടുത്ത് മാറ്റാൻ പോലുള്ള സൗകര്യം പോലും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്രത്തോളം മടിയന്മാരും അലസന്മാരുമാണ്. പറയാനാണ് ഒരുപാടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അമലുകളില്ലെന്ന് മാത്രമല്ല, അമലുകളെ മുടക്കുന്നവർ കൂടിയാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നമുക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ ഇന്ന് നിസ്കരിച്ച ഇശാ നമസ്കാരം പക്കയാണ്, എനിക്ക് അതിനകത്തൊരു കറാഹത്ത് പോലും വന്നിട്ടില്ല. ആർക്കാണ് അടയാളപ്പെടുത്താൻ പറ്റുന്നത്? അങ്ങനെ നമ്മുടെ വുളൂ കറക്റ്റാണ്. നമ്മുടെ വുളൂ അതിന്റെ ശർത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ചിട്ടാണ്. ഞാൻ ഇന്ന് ഇശാ നിസ്കരിച്ചത് അതിന്റെ സുന്നത്തുകൾ മുമ്പ് നിസ്കരിച്ചു, ശേഷവും നിസ്കരിച്ചിട്ടാണ്. ഇന്ന് ഞാൻ വിത്ർ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഞാൻ ഖുർആൻ ഒരു പേജ് ഓതി എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്? ഇന്ന് ഞാൻ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ന് പറയാൻ സാധിക്കുന്ന എത്ര ചെറുപ്പക്കാർ? ഇന്ന് ഞാൻ മജ്ലിസുൻ നൂർ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്തു എന്ന് പറയാൻ സാധിക്കുന്നവർ എത്ര പേര്? നമ്മളിതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാക്കരുത്, പ്രഹസനാക്കരുത്, വലിയ അദാബുണ്ടാവും. ഇതിനൊക്കെ വലിയ മഹിമ മനസ്സിലാക്കി തുടക്കം മുതൽ അവസാനം വരെ അമൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ജീവിതത്തിൽ വിജയമുണ്ടാവൂ. ഇല്ലെങ്കിൽ പേരിന് മാത്രമായി പോയാൽ വലിയ അപകടം ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഓരോന്നിനും അതിന് കൊടുക്കേണ്ട ബഹുമാന ആദരവുകൾ പരിപൂർണമായി വകവെച്ചു കൊടുക്കണം. എങ്കിലേ അതിന് ഖൈറുണ്ട്. വീട്ടിലൊരു മൗലിദ് നടക്കണം, വീട്ടിൽ വാപ്പ മരിച്ചു, അതിൻ്റെതാകുന്ന ഒരു 3, 7, 11, 40 നടക്കാൻ വീട്ടുകാരാകുന്ന മക്കൾ പോലും അതിന് ശരിക്കും ദുആയിൽ ഭാഗമാക്കാത്ത കാലഘട്ടം അവരില്ല. അവരുടെ പരിപാടി എന്താ? മൊബൈൽ എടുക്കുക, ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക, ഫേസ്ബുക്ക് ലൈവ്. സയ്യിദ് മുഫ്തി ജഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നിട്ടുണ്ട്, നാട്ടുകാരെ കണ്ടുകൊള്ളു. നമ്മുടെ പരിപാടി. നമ്മളവിടെ ഇരുന്ന് രാമി പിടിക്കുന്നില്ല.
നമ്മുടെ വീടുകളിലെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. പാപ്പാക്ക് കൊടുക്കേണ്ട, ഉമ്മാക്ക് കൊടുക്കേണ്ട നല്ലൊരു പ്രാർത്ഥന പോലും നമ്മൾ കൃത്യമായി ആ സമയത്ത് നമ്മൾ കൊടുക്കാതെ പോവാൻ നമ്മൾ എന്ത് അമലാ ചെയ്യുന്നത്? നമ്മുടെ പേരിന്റെ കൂടെ ഹാജിയുണ്ട്, നമ്മുടെ പേരിന്റെ കൂടെ ഹജ്ജുമ്മ ഉണ്ട്, കാര്യമില്ല, ഒരു കാര്യമില്ല. ഇതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തണം. അമലു സാലിഹ് നിർബന്ധമാണ്, മസ്റ്റാണ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അത് അനിവാര്യമാണ്. അതാണ് പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ലഗാഫിലൂൻ مأواهم جهنم بما كانوا يكسبون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ, അല്ലാഹുവിനെ ദർശിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ, വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഈ ഭൗതിക ലോകത്ത് ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകിക്കൊണ്ട് അതുകൊണ്ട് ജീവിതം ഹോമിക്കുന്ന ആളുകൾ, വതമഅന്നു ബിഹാ, ഈ ഭൗതിക ലോകത്തെ ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നതായ ആളുകൾ, ഉലൈക മഅവാഹും ജഹന്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന അഭയകേന്ദ്രം അത് ജഹന്നം എന്ന നരകമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കാത്തവർ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടും ആയത്തുകൾ കേട്ടുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ, നിസ്കരിക്കാത്ത ആളുകൾ, നോമ്പ് നോൽക്കാത്ത ആളുകൾ, സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ, ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, പാവങ്ങളുടെ കണ്ണീരൊപ്പാത്ത ആളുകൾ, ഖുർആൻ ദിനേന ഒരു ജുസ് പോലും ഓതാൻ താല്പര്യമില്ലാത്തതാകുന്ന സഹോദരിമാർ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ പാരായണമില്ലാത്ത കുടുംബിനികൾ, മക്കളെ പ്ലസ് ടു വരെ ഞാൻ മദ്രസയിൽ പള്ളിക്കരയിൽ പറഞ്ഞയച്ച് മക്കളെ പഠിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മുഅ്മിനേ. അവർ ഖുർആൻ ഓതുന്നുണ്ടോ? ഖുർആൻ ഓതാറുണ്ടോ? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിന്റെ മകൻ യാസീൻ ഓതാറുണ്ടോ? നിന്റെ മകൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യാറുണ്ടോ? നിന്റെ മക്കള് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ നീ പഠിപ്പിച്ചതിൽ അർത്ഥമില്ല, അർത്ഥമില്ല. ഉസ്താദുമാര്, ആലിമീങ്ങൾ അവർ പള്ളികളിൽ നിന്ന് മദ്രസകളിൽ നിന്ന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ വീടുകളിൽ അത് പ്രാക്ടിക്കലല്ല, പ്രാക്ടിക്കലല്ല. ഖുർആൻ ഓതാത്ത വീടായി വീടുകൾ മാറുകയാണ്, നമസ്കാരമില്ലാത്ത വീടുകളായി വീടുകൾ മാറുകയാണ്. നിസ്കാരത്തിന്റെ ശർത്തും ഫർളും ആദാബുകളും പഠിപ്പിച്ചു വിടുന്ന ഉസ്താദുമാർ ആ മക്കള് വീട്ടിലേക്ക് ചെല്ലുമ്പോ സുബഹി നിസ്കരിക്കാത്ത വാപ്പയും ഉമ്മയുമാണ് മക്കള് പരിചയപ്പെടുന്നത്. ഭക്ഷണം മോനെ വലത് കൈ കൊണ്ട് കഴിക്കണേ എന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചിട്ട് അവർ വീട്ടിലേക്ക് വിടുമ്പോ ഇടത് കൈ കൊണ്ട് നിന്ന് കഴിക്കുന്ന ഉമ്മയാണ് മക്കള് കാണുന്നത്. ബുഫേ സംസ്കാരത്തിന് അടിമപ്പെടുന്ന മാതാപിതാക്കളെ ആർഭാടതുല്യമാകുന്ന കല്യാണ സദസ്സുകളിൽ അടിച്ചു പൊളിക്കുന്ന മാതാവിനെയും പിതാവിനെയുമാണ് മക്കള് ദർശിക്കുന്നത്, ദർശിക്കുന്നത്. ഉലൈക മഅവാഹും ജഹന്നം, അവർക്ക് കത്തിച്ചൊലിക്കുന്ന ജഹന്നം എന്ന നരകമാണുള്ളത്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുകൃതം ചെയ്താൽ രക്ഷപ്പെട്ടു, സുകൃതം ചെയ്തില്ലെങ്കിൽ അദാബാണ്. എല്ലാം പഠിപ്പിച്ച് മദ്രസയിൽ വിടുകയാണ്. നിസ്കാരം എങ്ങനെ, അതിന്റെ ഷർത്ത് എങ്ങനെ, ഫർളൊക്കെ ഉണ്ട്. വീട്ടിൽ പോയി വാപ്പാടെ ഉമ്മാടെയും പോയി കൂടിയത് കിട്ടുമെന്നാണ്. വലിയ കൊടിയ ശൈത്താന്റെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സുബൈക്ക് പള്ളി പോകത്തില്ല വാപ്പ,
നല്ല ഉറക്കം. പിന്നെ മകനങ്ങനെ പള്ളിയിൽ പോയി. എന്നിട്ട് മകൻ 17 വയസ്സ് കഴിയുമ്പോൾ വാപ്പ വന്നിട്ട് പള്ളി വന്നു ഉസ്താദിനോട് പറയാണ്, സാറേ മദ്രസയിലൊന്നും വിട്ടിട്ടൊന്നും അവന് കാര്യമായില്ല. എന്താ അത് പള്ളിയിലോട്ടൊന്നും പോയി. ഹാജിയാർ എത്രയായി പള്ളി വന്നിട്ട്? അത് കഴിഞ്ഞ വലിയ പെരുന്നാൾ. പിന്നെ അതേ ഉണ്ടാവും. ഹാജിയാർ പെരുന്നാളിലാണ് പള്ളി പോയി. ജുമായ്ക്കല്ലേ പള്ളി വന്നോളൂ. എന്നിട്ട് പിന്നെ മക്കളുടെ കാര്യം നോക്കി. സുബൈക്ക് ഒരു വക്കത്തിന് എവിടെ? നമ്മൾ പള്ളിയിലേക്ക് വരണം. പുരുഷന്മാര് പള്ളിയിലേക്ക് ആൺമക്കളെ വിളിച്ചുകൊണ്ട് വരണം. സ്ത്രീകൾ ഉമ്മമാര് സ്ത്രീകളെ പെൺമക്കളെ വിളിച്ചുണർത്തിയിട്ട് തന്നോടൊപ്പം മുസല്ലയിൽ ചേർത്ത് നിർത്തിയിട്ട് നിസ്കരിക്കാൻ. മകള് പ്ലസ് 2 വരെ പിന്നെ ഇതിനെ പഠിച്ച് അവളോട് ഇമാമത്തിൽ നോളം പറ. മോള് എന്റെ അമ്മ ജൂസിന്റെ താഴത്തെ സൂറത്തൊക്കെ ഓദിക്കോ. ഉമ്മ പറയുന്നു. അമ്മക്ക് വലിയ സന്തോഷം. അങ്ങനെ ഒരു 10 ദിവസം പോയി നോക്കി. അത് ചെറുപ്പത്തിലേ ചെയ്ത കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇച്ചിരി ഓതാനൊക്കെ അറിയാവുന്ന പ്രായത്തിലാണെങ്കിൽ. കാരണം ഉമ്മയെ കിട്ടിയിരിക്കുകയാണ്. അപ്പം തന്നെ വലിയ അൽബക്കറയൊക്കെ കാണാൻ പിടിച്ചിട്ട് കത്തിച്ചോണ്ടിരിക്കും. നല്ല സൂറത്ത് വെച്ച് പിടിക്കും. ഉമ്മയെ പുറകെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നിസ്കരിക്ക്. വീടുകളിൽ നിസ്കാരം ഉണ്ടാവട്ടെ. എത്ര റാഹത്താണ്. ദിക്ർ ചെല്ലട്ടെ. ഒരുമിച്ചിരുന്നുകൊണ്ട് ഖുർആൻ ഓതട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ അമല് സാലിഹാത്ത് കൊണ്ട് വീട് ധന്യമാക്കി തീർക്കണം. ഇല്ലെങ്കിൽ അപകടമാണ്. ഇല്ലെങ്കിൽ നമ്മളെ മക്കള് രക്ഷപ്പെടൂല. സാലിഹായ സുഹൃതം നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ മക്കള് ഖബറിന്റെ ചാരത്തേക്ക് വരൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك هو الفوز العظيم. വിശ്വാസമുള്ളതിനോടൊപ്പം സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നതായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാശ്വതമായ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. കണ്ടോ? അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ അമൽ ചെയ്യട്ടെ. സ്വർഗ്ഗം വേണമെന്നുള്ളവർ അമൽ ചെയ്യട്ടെ. സ്വർഗ്ഗത്തിൽ കടക്കാൻ നല്ല അമൽ കൊണ്ട് സാധിക്കും. സ്വർഗം എന്നല്ല പറഞ്ഞത്, ഖാലിദീന ഫീഹാ അബദൻ, ശാശ്വതമായി ആ സ്വർഗത്തിൽ കടക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് വേണം? നല്ല സുഹൃതം അനുഷ്ഠിക്കണം, നന്മകൾ പെരുപ്പിക്കണം. അവരെ രക്ഷപ്പെടുകയുള്ളൂ. അവരെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചവന് മരണവും സന്തോഷമാണ്. മരിക്കുന്ന സമയത്ത് ഇൻകാന സാലിഹൻ, സാലിഹായ മനുഷ്യനാണ് എങ്കിൽ അവന്റെ അടുക്കൽ വന്നുകൊണ്ട് മലക്കുകൾ പറയുന്ന വാക്യമാണ് സൂറത്തുൽ ഫജ്റിൽ അവസാനമുള്ള. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവനോട് പറയും, എന്ത് പറയും? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ ശാന്തി പൂണ്ടതായ ആത്മാവേ, അല്ലയോ ശാന്തി അടഞ്ഞതാകുന്ന ആത്മാവേ, നീ എന്നിലേക്ക് തിരിച്ചു മടങ്ങണേ. നിന്നെ കൊണ്ട് നീ സംതൃപ്തിപ്പെട്ടവനാണ് അല്ലാഹു. നീ അല്ലാഹുവിനെ കൊണ്ടും സംതൃപ്തിപ്പെട്ട നിലയ്ക്ക് റബ്ബിലേക്ക് മടങ്ങണേ, മടങ്ങണേ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ ദാസന്മാരിൽ നീ പ്രവേശിക്കണേ, പ്രവേശിക്കണേ. എന്റെ സുന്ദരമായ സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യണേ, ചെയ്യണേ. ഇതാരോടാണ് പറയുന്നത്? സാലിഹായ വ്യക്തിയോടാണ്. ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചവരോട് മലക്കുകൾ മുഖേന പറയപ്പെടുന്ന വചനമാണിതെന്ന് വിശുദ്ധമായ ഖുർആൻ. മരിക്കുന്ന സന്ദർഭത്തിൽ അവനെ മംഗളം ആശംസിച്ചുകൊണ്ട്, ആശ്വാസം പകർന്നുകൊണ്ട് മലക്കുകൾ അവന്റെ റൂഹിനെ വിട പറയും. തിന്മ ചെയ്തവനാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ.
തീർന്നില്ല, മരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭം, മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സാലിഹായ മനുഷ്യനാണ് എങ്കിൽ ആ ഖബറിലുള്ള അനുഭൂതികളും ആസ്വാദനങ്ങളും അവന് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ വിളിച്ചു പറയും. എന്ത് പറയും? എന്നെ വേഗം കൊണ്ടുപോകാൻ പറയും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ വളിഅത്തിൽ ജനാസതു ഫഹതമലഹ റിജാൽ ഖാലത്തിൽ ജനാസതു ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജനാസ തോളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആളുകൾ പള്ളിക്കാട്ടിലേക്ക് തഹരീര് ചൊല്ലിക്കൊണ്ട് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുമേ, ഖദ്ദിമൂനി, എന്നെയൊന്ന് വേഗമൊന്ന് കൊണ്ടുപോകണേ, എന്നെയൊന്ന് മുന്തിക്കണേ, മുന്തിക്കണേ, എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കണേ. എന്തേ കാരണം? ഖബറിലുള്ള ആസ്വാദനങ്ങൾ അവൻ എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ആരാണിത് പറയുക? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇൻകാനത്ത് സാലിഹത്താ. ഇത് പറയാൻ സാധിക്കുന്നത് ആ ജനാസ സാലിഹത്താണ്. ജീവിതത്തിൽ ഒരു നമസ്കാരം പോലും ഖളാ ആക്കാതെ കൃത്യമായി നമസ്കരിച്ചതായ സഹോദരിയാണ്. ഇബാദത്തുകൾ കണിശത വെച്ചതാകുന്ന സഹോദരിയാണ്. ഭർത്താവിന് സ്നേഹം പകർന്നു കൊടുത്തവളാണ്. ഭാര്യയ്ക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്ത ഭർത്താവാണ്. തന്റെ കുടുംബത്തെ വേണ്ടുന്ന രീതിയിൽ പോറ്റി വളർത്തിയതാകുന്ന പ്രിയപ്പെട്ട ഉപ്പയാണ്. തന്നെ പ്രിയപ്പെട്ട മക്കളെ 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന ഉമ്മയാണ്. അവരെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ്. അവരെ 2 വർഷം താരാട്ട് പാട്ടി അവർക്ക് മുലപ്പാല് കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മയാ. അവർക്ക് വേണ്ടുന്ന സർവ്വ സൗകര്യങ്ങളും ചെയ്തതാകുന്ന പ്രിയപ്പെട്ട ഉപ്പയാണ്. ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചവരെ സന്തോഷിക്കണേ, സന്തോഷിക്കണേ. നിങ്ങളുടെ ജനാസ മയ്യത്ത് കട്ടിൽ വിളിച്ചു പറയുകയാണ്. ആരും കേൾക്കാനില്ല, കേൾക്കാനില്ല. ലോകത്ത് ആരെങ്കിലും ആ മയ്യത്ത് കട്ടിലിന്റെ വാക്ക് ഉച്ചരിക്കുന്നത് കേട്ടാൽ അവൻ ബോധരഹിതനായി വീഴുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെയൊക്കെ ജനാസകൾ കൊണ്ടുപോകുമ്പോ, വാപ്പയുടെ ജനാസ കൊണ്ടുപോയപ്പോഴും ഉമ്മയുടെ ജനാസ കൊണ്ടുപോയപ്പോഴും നമ്മുടെ കുടുംബക്കാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ജനാസ കൊണ്ടുപോയപ്പോഴും ആ ജനാസ ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സാലിഹത്തായ ജനാസയാണോ? വിളിച്ചു പറയുമേ, എന്നെയൊന്ന് മുന്തിക്കണേ, മുന്തിക്കണേ. ആ ഖബറിലുള്ള ആസ്വാദനങ്ങൾ രുചിക്കുന്നതിനാണ്, രുചിക്കുന്നതിനാണ്. സാലിഹത്തല്ലാത്ത വ്യക്തിയുടെ ജനാസയാണ് എങ്കിൽ ഖാലത്തിൽ ജനാസതു അഖിറൂനി അഖിറൂനി. സാലിഹല്ലാത്ത, ജീവിതത്തിൽ നിസ്കാരമില്ലാത്ത, നോമ്പുകൾ നോൽക്കാത്ത, സകാത്തുകൾ കൊടുക്കാത്ത, ഒരു നിരക്കുമുള്ള സദഖകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാത്ത, ഒരു ഇൽമിന്റെ സദസ്സിലും ഒരു നിരക്കുമുള്ള സദഖകൾ കൊടുക്കാത്ത, എന്ത് ചോദിച്ചാലും ഞാൻ നൽകൂല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സമ്പത്ത് തനിക്കും തന്റെ കുടുംബത്തിനുമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെക്കുന്നതായ ആളുകൾ, ഒരു സദഖ പോലും ഒരാൾക്ക് പോലും കൊടുക്കാത്തതായ വ്യക്തികൾ, തീർച്ചയായും അവന്റെ ജനാസ വിളിച്ചു പറയുമത്രേ, അഖിറൂനി അഖിറൂനി യാ വൈലത്താ, എന്നെയൊന്ന് പിന്തിക്കണേ, എന്റെ ദുഃഖമേ, പ്രയാസമേ, അയിന തദ്ഹബു ബി, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആ ഖബറിലുള്ള ശിക്ഷയെ കുറിച്ച് അവൻ വ്യക്തമായി ബോധ്യമുള്ളവനാണ്. കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനാണ്, സിനിമ കണ്ടുകൊണ്ട് നടന്നവനാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നടന്നവളാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ്. പാതിരാത്രി സമയത്ത് തന്റെ വാപ്പയറിയാതെ ഉമ്മയറിയാതെ
അറിയാതെ മോശപ്പെട്ടതാകുന്ന സിനിമകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് രഹസ്യമായി കണ്ടു തീർത്തവനാണ്. പുതപ്പിനടിയിൽ വെച്ചുകൊണ്ട് തന്റെ കാമുകനുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയവളാണ്. വാപ്പ വാങ്ങിച്ചു തന്ന മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് മകൾക്ക് ഉപകരിക്കട്ടെ, മകൻ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 10,000-ന്റെ 15,000-ന്റെ 20,000-ന്റെ ഒക്കെ ലാപ്ടോപ്പും ടാബും മൊബൈൽ ഫോണും ഒക്കെ കൊടുത്തപ്പോ അതെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് കാമുകനുമായി ചാറ്റിംഗ് നടത്തിയവളാണ്. അവസാനം അവളുമായി ഒളിച്ചോടാൻ തയ്യാറായവനാണ്. ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടന്നവളാണ്. ബേക്കൽ കോട്ടയിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് രഹസ്യമായി ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് നിലകൊണ്ടവനാണ്. ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവളാണ്. സ്വന്തം ശരീരത്തിന്റെ പരപുരുഷന്മാർക്ക് കാണിക്കാൻ പാടില്ലാത്ത അവയവങ്ങൾ അതെല്ലാം മൊബൈൽ ഫോണിനോട് ഒപ്പിയെടുത്തിട്ട് പകർപ്പുകൾ കൊടുത്തവളാണ്. മാത്രമല്ല വാപ്പയും ഉമ്മയും പള്ളിക്കര മഠത്തിൽ അതിന് പോയ സമയത്ത് എനിക്ക് പഠിക്കാനുണ്ട് വാപ്പ, എനിക്ക് എഴുതാനുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നുകൊണ്ട് എക്സാമിന്റെ പേര് പറഞ്ഞിട്ട് കാമകരമായി ഫോണിനോട് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിയാണ്. പെങ്ങളെ, ചെറുപ്പക്കാരാ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ തേടിപ്പോയ ഭർത്താവ് കറുത്തവനാണ്. ഭർത്താവിന്റെ സൗന്ദര്യം മങ്ങിപ്പോയല്ലോ. ആ ഭർത്താവ് പ്രവാസ ലോകത്താണ്. ഞാനിതാ മറ്റൊരു ചെറുപ്പക്കാരനുമായി ചങ്ങാത്തം പുൽകുകയാണ്. മോഡേൺ യുവാക്കളെയാണ് എനിക്ക് പ്രിയമെന്ന് പറഞ്ഞുകൊണ്ട് 40 കഴിഞ്ഞ 4 പ്രസവിച്ചതായ പെണ്ണ് അവൾ മറ്റുള്ള കാമുകനെ തേടിപ്പോകുന്ന രംഗമാണ്. അവളുടെ ജനാസ സാലിഹത്തല്ല. ആ ജനാസ വിളിച്ച് പറയുകയാണ്, അഖിറൂനി യാ വൈലതാ യാ ഹസറതാ. എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, എന്റെ പ്രയാസമേ, എന്നെ കൊണ്ടുപോകല്ലേ, ഖബറിലേക്ക് കൊണ്ടുപോകല്ലേ. എന്നെ ഒന്ന് പിന്തിക്കണേ, എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കണേ. ഞാനൊന്ന് നിസ്കരിക്കട്ടെ, ഞാനൊന്ന് നോമ്പ് പിടിക്കട്ടെ, ഞാനൊന്ന് സക്കാത്ത് കൊടുക്കട്ടെ, ഞാനൊന്ന് ഹജ്ജ് ചെയ്യട്ടെ, ഞാനൊന്ന് പാപങ്ങളുടെ കണ്ണീരൊപ്പട്ടെ, ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ. എന്റെ വീട്ടിൽ ഖുർആനുണ്ട്, എന്റെ വീട്ടിൽ നിസ്കരിക്കാൻ റൂമുണ്ട്, എന്റെ വീട്ടിൽ മുസല്ലയുണ്ട്, എന്റെ വീട്ടിൽ നമസ്കാരമുണ്ട്. പക്ഷേ ഞാൻ നിസ്കരിച്ചവളല്ല. എന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉമ്മയുണ്ട്, എന്റെ വീട്ടിൽ ഖുർആൻ ഓതുന്ന ഉപ്പയുണ്ട്. എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം, പക്ഷേ ഞാൻ ഖുർആൻ ഓതിയവളല്ല. ആഖിറൂനി, എന്നെയൊന്ന് പിന്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വിലപിക്കുമേ എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് വരാനിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് പടച്ചറപ്പെ, ഞാൻ ഇതുവരെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നിന്നിലേക്ക് ഏറ്റുപറയുന്നു. ഇനിയുള്ള എന്റെ ശിഷ്ടകാല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാ എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ ഉസ്താദ് ചെയ്യേണ്ടത്? ഏതെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. സുഹൃതങ്ങൾക്ക് പരിധിയില്ല. നമുക്ക് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ അതൊക്കെ ചെയ്യാം. ഒന്നിനും പുറകോട്ട് പോകണ്ട. എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക പറയാൻ പറ്റൂല. ഖുർആനിന്റെ ഒരു ചെറിയൊരു പേപ്പർ, ബിസ്മി എഴുതിയ ഒരു പേപ്പർ മാലിന്യത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ അതെടുത്തിട്ട് അതിനെ ശുദ്ധീകരിച്ച് അത് സൂക്ഷ്മതയോടുകൂടി വെച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയാക്കി ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. എപ്പോഴാ രക്ഷപ്പെടുന്നത് പറയാൻ പറ്റൂല. ഏത് നന്മ ചെയ്താലാണ് പടച്ചറബ് കബൂലാക്കുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നിനെ നിസ്സാരപ്പെടുത്തണ്ട. ഏത് ചെറിയ അമലും വലിയ അമലായി കണക്കാക്കി നല്ല രീതിയിൽ ചെയ്യാം. ഒരുപാട് ചെയ്തു കൂട്ടലല്ല, എല്ലാ തിന്മകളും ഒഴിവാക്കുക. നന്മകൾ കുറച്ചാണെങ്കിലും അത് ചെയ്യുന്നത് കൃത്യമായി ചെയ്യാം.
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. വളരെ കുറച്ചുള്ള അമലുകൾ 5 വഖത്ത് നിസ്കാരം, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, യാസീൻ, ഇദാ വഖഅതി അർറഹ്മാൻ, 100 സ്വലാത്ത്, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. വേറെ ഒന്നും കൂടുതലൊന്നുമില്ല. എങ്കിൽ അത് കൃത്യമായി ചെയ്തു പോകലാണ്. എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ മുടങ്ങാതെ വളരെ കുറഞ്ഞതാണെങ്കിലും നിത്യമായി ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചിലരെന്ത് ചെയ്യും? ഇത് കേട്ടിട്ട് രാവിലെ സുബൈക്ക് തന്നെ തച്ചിനിരുന്നിട്ട് രാത്രി മുഴുവൻ ഉറക്കുളച്ച് ഫുള്ളിരിക്കും. ചിലപ്പോൾ ഭയങ്കര നിസ്കാരം, എന്നിട്ട് സുബൈ സ്കരിക്കാതെ കിടന്നു. ഇല്ലെങ്കിൽ സുബൈ കഴിഞ്ഞിട്ട് കുറേ നേരം ഖുർആൻ ഓതി ദിക്റൊക്കെ ചൊല്ലിയിരിക്കും. പിന്നെ ക്ഷീണം കാരണം ളുഹർ കാണത്തില്ല. ഇത് ഒരു ദിവസം ഉണ്ടാവും, അടുത്ത ദിവസം ഇല്ല, കാരണം വേറെ ജോലിപ്പാട്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ചെയ്യുന്നതിനൊരു ടൈം ടേബിൾ ഉണ്ടാവും. നമ്മുടെ നിസ്കാരം എന്തായാലും നമ്മൾ പള്ളി വരുന്നു ഫർദ് നിസ്കരിക്കാൻ. എന്റെ സഹോദര, ആ റവാത്തിബ് സുന്നത്ത്, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ചൂടെ? മൻ സല്ല അർബഅൻ ഖബല ളുഹരി വ അർബഅൻ ബഅദഹു ഹറമഹുല്ലാഹു അലന്നാ ശഫീഉനാ റസൂലുള്ളാഹി. ളുഹറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, 4 റക്അത്ത്, ഈ രണ്ടായിട്ട് നിസ്കരിച്ച് ളുഹറിന് ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇത് നിന്റെ ജീവിതത്തിൽ മുടങ്ങാതെ കൊണ്ടുപോയാൽ നരകം നിനക്ക് നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് നബി പഠിപ്പിച്ചതാണ്. അപ്പൊ ആ അമൽ പിടിക്കുന്നവർ അതങ്ങ് മുറുകെ പിടിക്കണം. അത് നിത്യമായി ചെയ്യണം. ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഖളാ വീട്ടണം. അങ്ങനെ ശീലിക്കണം. ജമാഅത്ത് തുടങ്ങി നമ്മൾ വന്നപ്പോൾ അപ്പോൾ ളുഹറിന് മുമ്പുള്ളത് കിട്ടിയില്ല, ശേഷം നമുക്ക് ഖളാ വീട്ടാം. ളുഹറിന് മുമ്പുള്ളതാകുന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കും, നിയത്ത് ചെയ്തിട്ട് അത് ഖളാ വീട്ടാം. ഇങ്ങനെ നമ്മൾ നിസ്കാരം നിർവഹിച്ചു പോയാൽ ഒരു 40 ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ ജമാഅത്തും കറക്റ്റ് ആക്കുമെന്ന് നിയ്യത്ത് വെച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. 40 ദിവസം കറക്റ്റായിട്ട് ജമാഅത്തും മുടങ്ങുകയില്ല എന്നൊരു ദൃഢനിശ്ചയം ചെയ്തിട്ട് എവിടെ പോയാലും എന്ത് ജോലി തിരക്കായാലും അങ്ങനെ ഒന്ന് നിയ്യത്ത് വെച്ച് നോക്കി. നിങ്ങൾ ഇവിടുന്ന് ബേക്കലിലോട്ട് പോയി, കാസർഗോഡ് പോയി, എവിടെ പോയിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ ജമാഅത്ത് ശ്രദ്ധിക്കും, എന്റെ ജുമാഅ ശ്രദ്ധിക്കും. അങ്ങനെ ഒന്ന് നിയ്യത്ത് വെച്ചിരുന്നാൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല സ്വാലിഹീകളിലേക്ക് അല്ലാഹു ചേർക്കും. പിന്നീടുള്ള ജീവിതം ചിട്ടപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. റക്കാമി പറയും അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും റമളാൻ 23-ന് തുടങ്ങിയതാണ് വിനീതൻ റൂഹെ ബയാൻ എന്ന് പറയുന്ന ഒരു ആത്മീയ മജ്‌ലിസ്. അത് രാത്രിയിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വൽ മുതൽ സുബഹിക്ക് ശേഷവും കൂടി, സുബഹി കഴിഞ്ഞ അൽഹംദുലില്ലാഹ് 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ആത്മീയമായ മജ്‌ലിസ്, ദിക്റിന്റെ ദുആഇന്റെ മജ്‌ലിസ്, യാസീൻ ഓതി പവിത്രമായ ബുർദുൽ ലത്തീഫ് ചൊല്ലി അദ്കാറുകളൊക്കെ ചൊല്ലിയിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ മജ്‌ലിസ്. സുബഹിക്ക് ശേഷം ചൊല്ലൽ അത് ശ്രേഷ്ഠമായി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ദിക്റുകളെ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ക്രോഡീകരിച്ചതാണ് ബുർദുൽ ലത്തീഫ്. ഹദ്ദാദ് പോലെ തന്നെയുള്ള മറ്റൊരു അമലാണ് ബുർദുൽ ലത്തീഫ്. അത് ഓതി യാസീൻ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മുൽ അഅ്ലമിൽപ്പെട്ട നാമമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാകുന്ന പവിത്രമായ യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലി യാ ലത്തീഫ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ മഹനീയമായ നാമം 129 പ്രാവശ്യം അതിന്റെ റിയാദ വീട്ടി, 130 പ്രാവശ്യം യാ ഖവിയു യാ മതീൻ എന്നുള്ള മഹനീയമായ അതിശ്രേഷ്ഠമായ ദിക്ർ ചൊല്ലി. ഇതിനൊക്കെ പോരിശകളുണ്ട്. യാ ഖവിയു യാ മതീൻ എന്ന ദിക്ർ മുടങ്ങാതെ 130 പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല. ചിലർ ഖുർആൻ ഓതുമ്പോൾ ഇരുന്ന് ഉറക്കം തോന്നും, ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ്. അതൊക്കെ മാറിക്കിട്ടാൻ എന്ത് വേണം? യാ ഖവിയു യാ മതീനു അല്ലാഹുവിന്റെ നാമമാണ്. എത്ര വട്ടം ചെല്ലണം? 130. എന്നിട്ട് ക്ഷീണം മാറിയില്ലെങ്കിൽ 626 ഉറപ്പായിട്ടും മാറും. അതിന്റെ എണ്ണം കൂട്ടണം. എത്ര കൂട്ടണം? 626. അല്ലാഹുവിന്റെ നാമമാണ്, അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് യാ ഖവിയു യാ മതീനു. ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ദിക്റുകളൊക്കെ ചൊല്ലി ആ ലൈവിലുള്ള ആളുകൾ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് കമന്റിൽ വരുന്നതൊക്കെ വെച്ചിട്ട് ദുആ ചെയ്യുക. വളരെ ശ്രേഷ്ഠമായ മജ്‌ലിസ്. ഇതുവരെ ഭാഗവാക്കാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, സഹോദര സഹോദരിമാരുണ്ട് എങ്കിൽ
നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇനിയും പങ്കെടുക്കാത്തവരുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് അവരെത്രയും വേഗം അതിൽ പങ്കെടുക്കണം. യൂട്യൂബിൽ ഒന്നില്ലെങ്കിൽ കുമ്മനം ഉസ്താദ് ടുഡേ ലൈവ് എന്നോ അല്ലെങ്കിൽ റൂഹെ ബയാൻ ലൈവ് എന്നോ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 5:30 മണിക്കാണ് മജ്‌ലിസ് ഉള്ളത്. രാത്രിയിൽ ഇശായിന് ശേഷം ഇതേപോലെ വഅലുണ്ടാവും. വഅലില്ലാത്ത സന്ദർഭത്തിൽ അതിൽ ഹദ്ദാദും യാസീനും ഒക്കെ ഓതി ദുആ ചെയ്യലുമുണ്ടാവും. എന്നാലും ആ മജ്‌ലിസിന്റെ അവസാനം കൊണ്ടുവരുന്നത് ലാ ഹൗല എന്ന മഹനീയമായ ദിക്ർ ചൊല്ലിയിട്ടാണ്. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തഴവ ഉസ്താദ് അല്ലാഹു അടുത്ത ദറജ ഉയർത്തട്ടെ. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ധാരാളം വഅദ് പറഞ്ഞ മഹാനുഭാവനാണ്. എൻ്റെ ഉമ്മയുടെ ഉപ്പയാണ്, വല്യുപ്പയാണ്. വഅദിന് പറ്റിയ നാട് കാസർഗോഡ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. പണ്ട് ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് കത്തെഴുതിയ കത്തിന്റെ ഒരു ഭാഗമാണ് വഅദിന് പറ്റിയ നാട് കാസർഗോഡ, കൂട്ടാന്റെ കാര്യം തമ്പുരാൻ ഒരുപാടാ. കാസർഗോഡിനെ പറ്റി അങ്ങനെ ഓരോരുത്തരും ഞാൻ പൗവല് എന്നപ്പോ പൗവല് മക്കാമിനെ കുറിച്ച് അവിടുത്തെ പള്ളിയും പരിസരത്തെ കുറിച്ചും ഒക്കെ എഴുതിയ അദ്ദേഹം ഉടനടി നിമിഷ കവിയാണ്. മാത്രമല്ല വലിയ സൂഫി വര്യനായി. പഴയ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വഅദുകൾ കേട്ടവർ ഒരു പക്ഷേ മജ്‌ലിസിലുണ്ടാവും, അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവരുണ്ടാവും. 40 കൊല്ലം മുമ്പേ അവിടുന്ന് വഅദ് നിർത്തി പോയിട്ടുണ്ട്. 23 കൊല്ലം മുമ്പ് അവിടുന്ന് വഫാത്തായിട്ടുണ്ട്. 40 കൊല്ലം മുമ്പേ അവിടുന്ന് വഅദ് നിർത്തിപ്പോയിട്ടുണ്ട്. അതിനു മുമ്പ് കേട്ടവരുടെ അഭിപ്രായം അവര് കൈമാറി തന്നിട്ടുള്ളതാണ് ഈ പവിത്രമായ ലാ ഹൗല എന്ന ദിക്ർ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കൊടുത്തിട്ടുള്ള അതിശ്രേഷ്ഠമായ ദിക്റാണ്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് 33 പ്രാവശ്യം നമ്മൾ ചൊല്ലി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിരുന്നു പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ശരിയല്ലേ? ഇരിക്കുമല്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഒരു സലാത്തിലേക്ക് സല്ലല്ലാഹു അല്ലാഹു നീ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലുപത്തുകളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാ. ഈ മഹനീയമായ മജ്‌ലിസിലേക്ക് മാംസമായും അരിയായും ഒരുപാട് ആളുകൾ നൽകിയവരുണ്ട് ഈ വർഷത്തിൽ. അവർക്കെല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നീ ഏറ്റി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാ. മജ്‌ലിസിന് നൂറ് നടത്തുന്നതിന് വേണ്ടി പരിപൂർണമായി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പിന്തുണച്ചിട്ടുള്ള സർവർക്കും നീ ഖൈർ ബറകാത്തുകൾ ഏറ്റി നൽകണേ അല്ലാ. ബദരീങ്ങളുടെ പൊരുത്തം നൽകണേ അല്ലാ. അവരുടെ മദദിലാക്കണേ അല്ലാ. അവരുടെ ഹിഫ്ളിലാക്കണേ അല്ലാ. അവരുടെ ഹിമായത്തിലാക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത വർഷത്തേക്ക് ഉസ്താദേ ഞാനൊരു 100 കിലോ അരി തരാം, 100 കിലോ ഇറച്ചി തരാം, അല്ലെങ്കിൽ 250 കിലോ അരി തരാം, ഇത്ര ഇറച്ചി തരാമെന്നൊക്കെ പറയാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് തുടങ്ങി വെക്കും. ആരാ ബറക്കത്തിന് ആദ്യമായിട്ട് പറയാം? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ചിട്ട് ഉസ്താദേ ഞാൻ ഇത്ര കൊടുക്കാം, എന്നെ കൊണ്ട് കഴിയുന്നത് 50 കിലോ ഇറച്ചിയാണ്, അവനെ കൊണ്ട് കഴിയുന്നത് ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നത് അതിന് 25 കിലോ ആയിരുന്നാലും ഇൻഷാ അല്ലാഹ് നൽകാൻ വേണ്ടി തയ്യാറുള്ളവർ ഒരാൾ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നാളെ ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന സ്വതക്കയാണെന്നുള്ള കരുതി ഈ മജ്‌ലിസിലേക്ക് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഓഫർ പറയുന്നവരാണ്. അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഒരു സലാത്ത് എല്ലാവരും ചൊല്ലിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ആരാണ് ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ആദ്യമായി സദഖ നൽകുന്നത് അവരുടെ സർവ്വനിയ്യത്തുകൾ നീ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. പാരത്രിക ലോകത്ത് വിജയിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. സർവ്വ നിഅമത്തുകൾ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ ഏറ്റി നൽകണേ അല്ലാ. സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല, സമ്പത്ത് മാന്യമായ രീതിക്ക് ചെലവഴിക്കാൻ മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലുത്.
നിങ്ങൾ കണ്ടില്ലേ യൂസുഫ് അലി സാഹിബ്, അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ പെട്ടിട്ട് ആ അപകടത്തിൽ രക്ഷപ്പെട്ടതാകുന്ന ആളുകളുടെ അടുക്കലേക്ക് ചെന്ന് അവർക്കൊക്കെ 2 ലക്ഷം രൂപ വീതം കൊടുത്ത്, അവർക്കൊക്കെ വില കൂടിയ വാച്ച് കൊടുത്ത്, അവർക്ക് അതിനെല്ലാം ചെക്ക് കൈമാറി വേണ്ടുന്നതാകുന്ന സ്നേഹ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് പോവാൻ, തേത്തടിച്ച് പോവാൻ. അത് കഴിഞ്ഞിട്ട് വണ്ടിയിലോട്ട് കയറുമ്പോ ഒരു ഉമ്മ വന്ന് കരയാൻ. കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു ഉമ്മ, കാഞ്ഞിരമുറ്റത്തുള്ളൊരു ഉമ്മ. അവരെന്താ പറയുന്നത്? എന്റെ വീട് ജപ്തി ചെയ്യാൻ പോവാൻ, 5 ലക്ഷം രൂപയോളം വേണം, ഉടനെ തന്നെ ഓഫർ കൊടുക്കണം. ശരി സാറേ, നാളെ തന്നെ അത് റെഡിയാണ്. പിറ്റേ ദിവസം തന്നെ ആളവിടെ വിടുക. ചിന്തിച്ചോ? അതായത് ഒരു കാര്യം ഇവിടെ ചെയ്തിട്ട് പോവാൻ. പുള്ളിക്ക് പൈസ ഉള്ളതുകൊണ്ടല്ലേ? പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കാനും കൂടി കഴിയണം. അത് രണ്ടാമത്തെ കഴിവാണ്. പൈസ ഉള്ളവ കേരളത്തിലുള്ള ഒന്നാമത്തെ പണക്കാരനല്ലേ ഇദ്ദേഹം. 2, 3 ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നിട്ട് അവിടെ ഇതുവരെ കൊടുത്തൊരു ചരിത്രം പറയാം.